അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമാ. റബ്ബി അഊദു ബിക മിൻ ഹമദാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. സുമയ കഴിഞ്ഞ ക്ലാസ്സിൽ അഊദുവിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇന്ന് നമുക്ക് തസ്മിയ അഥവാ ബിസ്മിയെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ, സവിശേഷതകൾ, പ്രാധാന്യം ഇവയൊക്കെ പറയാം. തസ്മിയ അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞ് ആ സെന്റൻസ് അവിടെ ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ നിർത്തിവെച്ചത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ടൂൾ കിറ്റിൽ എപ്പോഴും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ടൂളാണ് ഈ ബിസ്മില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തൊരു കർമ്മവും, അതായത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അങ്ങനെ എല്ലാം നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നു. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ ബിസ്മില്ലായുടെ കംപ്ലീഷൻ. ആദ്യം ബിസ്മില്ല, പിന്നെ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തികൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഒരു ടൂളാണ്. ആദ്യം നമുക്ക് ഔദ് ഉപയോഗിച്ച് ശൈത്താനെ മാറ്റി നിർത്തി. ഇനി നമുക്ക് അള്ളാഹുവിന്റെ സഹായവും ബർക്കത്തും വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടൂൾ ബിസ്മില്ല ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബർക്കത്ത്, അതിനു വേണ്ടിയുള്ള ഒരു ടൂളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തിനും ഈ ടൂൾ ഉപയോഗിക്കാം. ആ ഒരു പ്രവൃത്തിയിൽ എന്താണോ വർധനവ് തരേണ്ടത് അത് വർദ്ധിക്കും, എന്താണോ നമുക്ക് ഹൈറ് അത് വർദ്ധിപ്പിക്കും. ആ പ്രവൃത്തിയിലെ ഹൈറ് അത് അള്ളാഹുവിനെ അറിയൂ, അത് അള്ളാഹു വർദ്ധിപ്പിക്കും. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ ഹിക്മത്ത് അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മറ്റു പേരുകളൊന്നും ഉപയോഗിച്ചില്ല? അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ട് ബിസ്മി റാസിഖ് എന്ന് പറയുന്നില്ല? മരുന്ന് കഴിക്കുമ്പോൾ എന്തുകൊണ്ട് ബിസ്മി ഷാഫി എന്ന് പറയുന്നില്ല? അതായത് അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു പേരാണ് അള്ളാഹ് എന്നുള്ളത്. ഇനി അർ റഹ്മാൻ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഏറ്റവും പ്രഷ്യസ് ആയ 2 നാമങ്ങളാണിവ. ഇവിടെ റഹ്മ, കാരുണ്യം എന്ന വാക്കിൽ നിന്നാണ് ഈ 2 പേരുകളും ഉണ്ടായത്. റഹ്മ എന്നാൽ ഗർഭപാത്രം എന്ന മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഖാല അല്ലാഹു തആല അനല്ലാഹു വ അനർ റഹ്മാനു ഖലഖത റഹ്മ വശഖതു ലഹാ മിൻ ഇസ്മി. കാരുണ്യവാനായ അള്ളാഹു ഗർഭപാത്രത്തെ സൃഷ്ടിച്ചു, എന്റെ പേരിൽ നിന്നും റഹ്മ എന്ന പേര് എടുത്തു കൊടുത്തു. ഇവിടെ അള്ളാഹുവിന്റെ സ്നേഹവും മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹവും അത് രണ്ടും അൺകണ്ടീഷണൽ ലവ് ആണ്. ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിന് ചെറിയൊരു ഉദാഹരണമാണ് റഹ്മ അഥവാ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനോട് അമ്മയ്ക്കുള്ള സ്നേഹം. എല്ലാ ബന്ധങ്ങളും കണ്ടീഷണൽ ലവ് ആണ്. ഒരു പരിധിയിലപ്പുറം ദ്രോഹിച്ച ആരും ഉപേക്ഷിക്കും. പക്ഷേ ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞ് കാരണം എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ഉമ്മാന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ആ കുഞ്ഞ് ജീവിക്കും. ഗർഭിണിയാവുമ്പോൾ ഛർദയും ക്ഷീണവും ശാരീരിക അസ്വസ്ഥതകളും എന്തൊക്കെ അനുഭവിച്ചാലും ഉമ്മാക്ക് ആ കുഞ്ഞ് ജീവനായിരിക്കും. ഇമാജിൻ ചെയ്യാനാവാത്ത വേദന സഹിച്ച്, കീറി മുറിക്കുന്ന വേദന സഹിച്ച് കുഞ്ഞിനെ പ്രസവിച്ചാലും കുഞ്ഞിനെ ആദ്യമായി കാണുമ്പോൾ ഉമ്മ വേദന മറന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കും. അതുപോലെ തന്നെയാണ് റബ്ബിന്റെ സ്നേഹവും. അത് അൺകണ്ടീഷണൽ ലവ് ആണ്, പവർഫുൾ ലവ് ആണ്. ഇനി റഹ്മാൻ റഹീം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? അർ റഹ്മാൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവൻ. ഈ ദുനിയാവിലെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും സ്വാലിഹീങ്ങൾക്കും അക്രമികൾക്കും തെമ്മാടികൾക്കും എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നുണ്ട്. ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു നൽകുന്നുണ്ട്. എത്രയൊക്കെ നന്ദികേട് കാണിച്ചാലും ദുനിയാവിലെ വിഭവങ്ങളൊന്നും അള്ളാഹു നിഷേധിക്കുന്നില്ല.
പക്ഷേ അത് പെർമനന്റ് അല്ല. സത്യനിഷേധികളോട് കാണിക്കുന്ന കാരുണ്യം അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവസാനിക്കും. ഇത് റഹീം, കരുണാനിധി. ആ കാരുണ്യം മരണശേഷം ലഭിക്കുന്നതാണ്. ശാശ്വത ജീവിതത്തിൽ കിട്ടുന്ന കാരുണ്യമാണ് റഹീം. പരലോകത്ത് കിട്ടുന്ന കാരുണ്യം അതാണ് റഹീം. അത് വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കൂ. ആദ്യം കിട്ടേണ്ട കാരുണ്യം റഹ്മാൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഓർഡർ തന്നെ സെലക്ട് ചെയ്തത്. ചില സമയത്ത് ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് സഫർ ചെയ്യാറുണ്ട്, പരീക്ഷിക്കപ്പെടാറുണ്ട്. പക്ഷെ അവിടെയും ഞാനും നിങ്ങളും ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാരുണ്യം അള്ളാഹുവിൽ നിന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്നത്. ഈ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിലെ വഴിത്തിരിവുകളായിരിക്കാം. ഉദാഹരണമായി യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വളരെയധികം ഇഷ്ടപ്പെട്ട മോനായിരുന്നു. സഹോദരങ്ങളാൽ കിണറ്റിലെറിയപ്പെട്ടു. പുത്രനഷ്ടത്താൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരുപാട് സങ്കടപ്പെട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. ഒരു കാര്യവുമില്ലാതെ ജയിലിൽ അടക്കപ്പെട്ടു. ഇതിനൊക്കെ യൂസുഫ് നബി അലൈഹിസ്സലാം അർഹനായിരുന്നോ? എന്ത് തെറ്റ് ചെയ്തിട്ട കാരുണ്യവാനായ റബ്ബ് യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു. രാജ്യം ഒരു ക്ഷാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 കൊല്ലത്തേക്ക് വെള്ളമുണ്ടാവില്ല. ഭക്ഷണം സേവ് ചെയ്തേ മതിയാവൂ. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിലെറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ഈജിപ്തിലെ രാജാവ് ഇദ്ദേഹത്തെ കാണുമായിരുന്നോ? ഈ സ്വപ്നം വ്യാഖ്യാനിച്ചില്ലായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് മക്കൾ വിശപ്പും ദാഹവും മൂലം നരകിച്ചു പോയേനെ. എത്രയോ ജീവിതങ്ങൾ ഒന്നുമല്ലാതായിരുന്നു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കാരുണ്യം കാണിച്ചിരുന്നുവെങ്കിൽ എത്രയോ ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെടുമായിരുന്നു. ചില സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സഫറിങ്സും എത്രയോ ആളുകൾക്ക് വേണ്ടിയുള്ള സ്നേഹവും സംരക്ഷണവുമായിരിക്കും. നമ്മളിലൂടെ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് ആ കാരുണ്യമായിരിക്കും. അതല്ല എങ്കിൽ നാളെ ശാശ്വതമായ ജീവിതത്തിലേക്കായി മാറ്റിവെച്ച കാരുണ്യമായിരിക്കാം. അള്ളാഹു ഇത്രയേറെ ആഴത്തിലുള്ള ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് നൽകിയ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീമിന്റെ ആളുകളാക്കി മാറ്റട്ടെ. ഓരോ കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങാനും നാവ് കൊണ്ട് മാത്രമല്ലാതെ ഹൃദയം കൊണ്ട് അത് മനസ്സിലാക്കി ഹൃദയത്തിൽ തട്ടി അള്ളാഹുവിനെ ഓർക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ. ഇനി ഫാത്തിഹയുടെ മറ്റു പേരുകളെ കുറിച്ചൊന്ന് നോക്കാം. ഫാത്തിഹ, അൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, വിജയത്തിലേക്കുള്ള ഓപ്പണിംഗ് അഥവാ അള്ളാഹുവിന്റെ കിതാബിന്റെ ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഖുർആന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഫാത്തിഹ. ഒരു ബുക്കിന്റെ ഇൻട്രൊഡക്ഷന് ആ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ സമ്മറിയാണ് ഉണ്ടാവുക. ഖുർആന്റെ അന്തസത്ത ഹിദായത്താണ്. ഫാത്തിഹയിൽ ഹിദായത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. അതുപോലെ നിസ്കാരത്തിന്റെ ഓപ്പണിംഗ്, നിസ്കാരത്തിൽ ഖിറാഅത്ത് തുടങ്ങുന്നതും ഫാത്തിഹയിലാണ്. നിസ്കാരത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഫാത്തിഹയും. ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല. അതുകൊണ്ടാണ് ഫാത്തിഹയെ അസ്വലാഹ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി അടുത്ത പേരാണ് അസ്സബുൽ മസാനി, ആവർത്തിച്ചു വരുന്ന 7 വചനങ്ങൾ. ഫർദ് നമസ്കാരങ്ങളിലൂടെ ഒരു ദിവസം 17 തവണയെങ്കിലും ഫാത്തിഹ നിർബന്ധമായും ഓതാറുണ്ട്. കൂടാതെ റവാത്തിബ്, ളുഹ, തഹജ്ജുദ്, വിത്ർ, അദ്കാറുകൾ ഇതിലൊക്കെയായി ഫാത്തിഹ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യമായി ഖുർആൻ ഇറങ്ങിയത് ഇഖ്റയിലാണെങ്കിലും ഫാത്തിഹയാണ് ഏറ്റവും ആദ്യം വെച്ചിട്ടുള്ളത്. അടുത്തത് ഉമ്മുൽ ഖുർആൻ. ഒരു വീടിന്റെ ഹെഡ് ഉമ്മയാണ്. അതുപോലെ ഖുർആന്റെ ഹെഡ് ഫാത്തിഹയാണ്. ഖുർആന്റെ അടിസ്ഥാനം ഫാത്തിഹയാണ്. അൽ ഖുർആനുൽ അലീം, ഖുർആൻ തന്നെയാണ് ഫാത്തിഹ. ഖുർആനിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫാത്തിഹയിലുണ്ട്. ഇനി അടുത്ത പേരാണ് അഷിഫ. ഫാത്തിഹ പല രീതിയിലുള്ള രോഗങ്ങൾക്ക് ചികിത്സയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഫാത്തിഹ അൽ ഹംദാണ്. ഫാത്തിഹ തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹംദ് എന്ന പേര് വന്നത്. ഇനി ഫാത്തിഹ റുഖിയ, റുഖിയ ആണ്. അതായത് ചികിത്സക്ക്, കണ്ണേറിന്, പിശാച് ബാധ, ജിന്ന് ബാധ ഇവക്കും ഫാത്തിഹ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അൽ കാഫിയ, ഫാത്തിഹ എല്ലാത്തിനും മതിയായതാണ്. അതുകൊണ്ടാണ് ഫാത്തിഹയെ അൽ കാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളൊരു വീടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ
പുറത്ത് നല്ല ഗാർഡനൊക്കെ വെച്ച് ഭംഗിയായി സെറ്റ് ചെയ്താൽ നമുക്ക് ആഗ്രഹം തോന്നൂലേ അവിടെ ഒന്ന് കയറി നോക്കാൻ? ഓപ്പണിംഗ് ഇങ്ങനെയാണെങ്കിൽ ഉൾഭാഗം എന്ത് രസമായിരിക്കും, നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറില്ലേ? അതുപോലെ ഖുർആനിലേക്കുള്ള ഓപ്പണിംഗ് ആയി ഫാത്തിഹ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും ഭംഗിയായി ഫാത്തിഹയിലെ ആയത്തുകളാണ് ആദ്യം തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഭംഗിയുള്ളതും പവർഫുൾ ആയതും കംപ്ലീറ്റ് ആയതുമാണ്. എത്രത്തോളം ഫാത്തിഹയെ വ്യാഖ്യാനിച്ചാലും മതിയാവുന്നതല്ല. ഇനി ഫാത്തിഹയുടെ സവിശേഷതകൾ പറയാം. അബൂ സഈദുൽ മുഅല്ലയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പായി വിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു വചനം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അങ്ങനെ പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, വിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു വചനം എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ മഹത്തായതും ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നതുമായ 7 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഫാത്തിഹയാണത്. ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും ഒരുമിച്ചിരിക്കുന്ന ആ പ്രത്യേകമാക്കപ്പെട്ട സമയത്ത് വാനലോകത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നേ ദിവസം വാനലോകത്തിൽ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. മുമ്പൊരിക്കലും തുറക്കപ്പെട്ടിട്ടില്ലാത്ത ആ കവാടം തുറന്ന് ഇതുവരെ ഭൂലോകത്തേക്ക് വന്നിട്ടില്ലാത്ത ഒരു മലക്ക് വളരെ വിശേഷപ്പെട്ട 2 പ്രകാശവുമായി വന്നു. അത് സൂറത്തുൽ ഫാത്തിഹയും ആമിന റസൂലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ ഒരു നബിക്കും അവ രണ്ടും നൽകപ്പെട്ടിട്ടില്ല. ഉബൈബ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ ഇതിന് സമാനമായ ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായും അതാകുന്നു എനിക്ക് നൽകപ്പെട്ട 7 ആവർത്തന വചനങ്ങളുള്ള മഹത്തരമായ ഖുർആൻ. നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അത്രയേറെ അശ്രദ്ധയിലായിരിക്കാം നമ്മൾ ഫാത്തിഹ ഓതിയിരുന്നത്. എന്നാലും ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധരായി ഓതിയിരുന്ന ആ ഫാത്തിഹയിലൂടെ നമ്മൾ ചോദിച്ച ഹിദായത്ത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ ഈ സന്മാർഗത്തിന്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്നത്. ഫാത്തിഹയിലെ ഒരു വാക്കിൽ നിന്ന് പോലും നമ്മൾ ചോദിച്ചത് കിട്ടാതിരിക്കുകയില്ല. അത് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൂട്ടം സ്വഹാബിമാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു നാടോടി ഗോത്രത്തിനരികെ ചെന്നുപെട്ടു. അവർ ഭക്ഷണത്തിനും വെള്ളത്തിനും വല്ല സഹായവും ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു പറ്റില്ല എന്ന്. ഗോത്രത്തിലുള്ളവർക്കറിയാം ഇവർ മുസ്ലിങ്ങളാണ്, ഒരു പ്രവാചകനുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട് എന്നൊക്കെ. അങ്ങനെ ഗോത്രത്തലവന് ഒരു തേള് കുത്തി. അവരപ്പോ സഹാബിമാരോട് ചോദിച്ചു, നിങ്ങളടുത്ത് എന്തെങ്കിലും മന്ത്രമുണ്ടോ എന്ന് അന്വേഷിച്ചു. സഹാബിമാർ പറഞ്ഞു, നിങ്ങളോടൊരു സഹായം ചോദിച്ചപ്പോ നിങ്ങളത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. അവർ ഖുർആൻ കൊണ്ട് പൈസക്ക് വേണ്ടി ആയിരുന്നില്ല അവർ അത് ചോദിച്ചത്. അവരുടെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ അവർക്കൊരു കൂട്ടം ചെമ്മരിയാടിനെ നൽകാമെന്നേറ്റു. സഹാബിമാർ ഫാത്തിഹ ചൊല്ലി ഊതിയപ്പോൾ അയാളുടെ അസുഖം ഭേദമായി. സഹാബിമാർക്ക് ചെമ്മരിയാടിനെ നൽകിയപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരോട് ചോദിക്കാതെ ഞങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്ന്. പ്രവാചകർ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ സൂറത്തുൽ ഫാത്തിഹ റുഖിയാണെന്നറിയാം എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോ സഹാബിമാർ പറഞ്ഞു, അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരങ്ങളിലും മറ്റും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഫാത്തിഹയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്കറിയാം. അവർ നമ്മളെപ്പോലെയല്ല, അവർക്ക് അകക്കണ്ണുണ്ട്. ഈ 7 വചനങ്ങൾ അത്രയധികം പവർഫുൾ ആയതുകൊണ്ടാണല്ലോ നിസ്കാരത്തിലും മറ്റും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, എന്റെ ഒരു ഷെയറും അതിൽ വെച്ചേക്കുക എന്ന്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു, നമസ്കാരത്തെ എനിക്കും എന്റെ അടിമക്കും ഇടയിൽ 2ആയി പകുത്തിരിക്കുന്നു. എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവന് ലഭിക്കുന്നതാണ്. അള്ളാഹുവും അടിമയും തമ്മിലുള്ള സംസാരമാണ് നമസ്കാരം. അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്
ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വീണ്ടും അർ-റഹ്മാൻ റഹീം, അള്ളാഹു കരുണാവാരിധിയും കരുണാനിധിയുമാണെന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമയാണ് എന്ന് അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അവൻ പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്. എന്റെ അടിമ ചോദിച്ചത് അവനുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ, അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിനിരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഇത് എന്റെ അടിമക്കുള്ളതാണ്, അവൻ ചോദിച്ചത് അവനുണ്ട്. നമ്മൾ ഇതുപോലെ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുമായുള്ള സംഭാഷണമാണെന്ന് ചിന്തിച്ച് ഹൃദയം കൊടുത്തു ഓതാറുണ്ടോ? ആ ഒരു അള്ളാഹുമായുള്ള സംഭാഷണമാണെന്ന തിരിച്ചറിവോടുകൂടി പാരായണം ചെയ്യാൻ ഇനിയെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും വലിയ ദുആ, ഹിദായത്തിന് വേണ്ടിയുള്ള ദുആ, അതാണ് ഫാത്തിഹയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത്. ഫാത്തിഹയുടെ വഹ്യ് മക്കയിൽ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയതാണ്. മാത്രമല്ല ഒന്നിച്ചിറങ്ങിയ സൂറത്ത് കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു മനോഹരമായ യാത്ര ഏറ്റവും നല്ല രീതിയിൽ ചിന്തിച്ച് ബോധത്തോടു കൂടി അതിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഇളകിമറിയുന്ന ഈമാൻ സ്ട്രോങ് ആക്കിക്കൊണ്ട് വരാനുള്ള തൗഫീക്ക് ഈ ഖുർആൻ മനസ്സിലാക്കുന്നതിലൂടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയത് ഈ ഖുർആനിന് വേണ്ടി, ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. യാതൊരു കിബ്റോ റിയാഓ ഒന്നുമില്ലാതെ ഈ കോഴ്സ് ഖുർആൻ കംപ്ലീറ്റ് ആക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് റബ്ബേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. താങ്ങാവുന്നതിലപ്പുറം പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. ഈ ദീനിനു വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ കൊച്ചു ശ്രമങ്ങളെ നീ എളുപ്പമാക്കി തരണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.